എ ബി സി വരച്ചു. ഈ വശം എ ആയിട്ടും ഈ വശത്തിന്റെ നീളം ബി ആയിട്ടും ഈ വശത്തിന്റെ നീളം സി ആയിട്ടും എടുക്കാം. നമുക്ക് സിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ എ ബിയിലോട്ട് വരച്ചാൽ രണ്ട് മട്ടത്രികോണം കിട്ടത്തില്ലേ? കിട്ടത്തില്ലേ? മട്ടത്രികോണം ത്രികോണം എ ബി ഇതിന്റെ നീളമാണ് സി, ഇതിന്റെ നീളമാണ് എ. നമുക്ക് ബിയും സിയും അറിയാം. എ ആണ് അറിയാത്തത്. ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ എയും തന്നിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ADC എടുക്കാം. ഇതിന്റെ സൈൻ വാല്യൂ എന്താണ്? സൈനിന്റെ ഇക്വേഷൻ അജീന വെരി ഗുഡ്. എതിർവശം ഡിവൈഡഡ് ബൈ കാരണം ഈ സൈൻ എയുടെ എതിർവശം ഏതായിട്ട് വരും? CD ഡിവൈഡഡ് ബൈ കർണമോ AC. നമുക്ക് കർണത്തിന്റെ വാല്യൂ അറിയത്തില്ലേ? CD ഡിവൈഡഡ് ബൈ D. അപ്പോൾ ഇതിൽ നമുക്ക് CD എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ cos വാല്യൂ നോക്കിയാലോ? cos A ചിത്രം എന്ന് പറയുന്നത് cosന്റെ വാല്യൂ സമീപവശം ഡിവൈഡഡ് ബൈ ഇതിന്റെ സമീപവശം എത്രയാ? ഏതാ? AD ഡിവൈഡഡ് ബൈ AC. ACയുടെ വാല്യൂ നമുക്കറിയാലോ B. ഇതിൽ നിന്ന് നമുക്ക് AD എങ്ങനെ എഴുതാം? D into cos A. രണ്ടെണ്ണം കിട്ടി. ഈ വാല്യൂ കിട്ടി. നമുക്കപ്പോൾ ഈ ത്രികോണത്തിൽ നിന്ന് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ A കണ്ടുപിടിച്ചൂടെ? എന്താ പൈതഗോറസ് തിയറം സലീന? വെരി ഗുഡ്. അപ്പം നമുക്ക് ഇതിന്റെ A സ്ക്വയർ വാല്യൂ ആണ്. A സ്ക്വയർ ഈസ് ഈക്വൽ ടു ആരം സ്ക്വയർ BD സ്ക്വയർ പ്ലസ്